പട്ടാമ്പിക്കാരുടെ ക്ഷമയ്ക്ക് അവാർഡ് കൊടുക്കണം എന്നാണ് പൊതുജന സംസാരം. വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പട്ടാമ്പി ടൗണിലെ റോഡിൻ്റെ ഒരു അവസ്ഥ അതുതന്നെയാണ് അങ്ങനെ പറയാൻ കാരണം. നമുക്ക് പട്ടാമ്പി ടൗണിലൂടെ രാത്രിയും പകലും ഉള്ള ഒരു യാത്ര അത് കാണാം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിൽ ഒന്നാണ് പട്ടാമ്പി ടൗണിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന പാത. വർഷങ്ങളായി ഈ നിലയിൽ കിടക്കുന്ന പാതയിലെ കുഴികൾ അടയ്ക്കാൻ പോലും സാധിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് എന്ന് രാഷ്ട്രീയ ഭേദമന്യേ കുറ്റപ്പെടുത്തുന്നു. മേലെ പട്ടാമ്പി ഭാഗത്ത് നിന്ന് പാലക്കാട് ചെർപ്പളശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് വീടുകളിൽ എത്തുമോ എന്ന് പോലും യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ്. ഈ റോഡിൽ മേലെ പട്ടാമ്പി മുതൽ ചെർപ്പളശ്ശേരി പാലക്കാട് റോഡ് ജംഗ്ഷൻ വരെയുള്ള 1 കിലോമീറ്റർ ദൂരം റോഡാണോ തോടാണോ കിണറുകൾ പോലെയുള്ള കുഴികളാണോ എന്നറിയാത്ത അവസ്ഥ. തുടർച്ചയായുള്ള മഴയിൽ മുഴുവൻ ഭാഗവും ചെളിവെള്ളം നിറഞ്ഞ് അതിനടിയിലുള്ള കുഴികൾ എവിടെയാണ് എന്ന് പോലും തിരിച്ചറിയാനാകാതെ തീരാ ദുരിതവും അതിഭീകരവുമായ അവസ്ഥ. രാത്രി സമയം അപകട സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു. കുന്നംകുളം ഭാഗത്തു നിന്ന് പട്ടാമ്പി പാലം കടന്ന് ടൗണിൽ കയറിയാൽ ദുരിതം ഇരട്ടിയായി മാറുന്ന കാഴ്ചയാണ്. ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് തിരിഞ്ഞാലും മേലെ പട്ടാമ്പി ഭാഗത്തേക്ക് തിരിഞ്ഞാലും നിറയെ കുഴികൾ മൂലം ദുരിതം തന്നെ. മേലെ പട്ടാമ്പി ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്തെ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ട് വർഷങ്ങളായി. നിരവധി പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് കുഴിയോട് കുഴി തന്നെ. കട്ട വിരിച്ച റെയിൽവേ കമാനത്തിനടിയിലും പള്ളി സ്റ്റോപ്പിലും പോലീസ് സ്റ്റേഷന് മുന്നിലുമൊക്കെ കട്ട വിരിച്ചതിനോട് ചേരുന്ന ഭാഗം ആഴത്തിലുള്ള ചാലുകളാണ്. മേലെ പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡ് തിരിഞ്ഞ് 50 മീറ്റർ ദൂരവും അപകട കുഴികൾ. ഇതിലൂടെയെല്ലാം തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന റൂട്ട് ബസ്സുകൾ, ലോറികൾ, അതിനിടയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചു പോകുന്ന ഇരുചക്ര വാഹനങ്ങളും മറ്റു ചെറുവാഹനങ്ങളും. കാൽനട യാത്രക്കാർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ആയിരക്കണക്കിന് വാഹനങ്ങളും 10,000-കണക്കിന് ആളുകളും എത്തുന്ന ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ, നിരവധി വിദ്യാലയങ്ങൾ, ഓഫീസുകൾ, ദീർഘദൂര യാത്രക്കാർ എല്ലാം ഉള്ള ഒരു റോഡ് ഇത്രയും കാലം ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് വർഷങ്ങളായി പട്ടാമ്പിക്കാരുടെയും യാത്രക്കാരുടെയും ഇടയിലെ ചർച്ച. അതിനിടയിൽ ഓരോ തവണയും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോട് അത് മാധ്യമപ്രവർത്തകരായാലും പ്രതിപക്ഷമായാലും നാട്ടുകാരായാലും ഇപ്പൊ ശരിയാക്കി തരാമെന്ന മറുപടിയാണ് ഏറെ കൗതുകം. അതേസമയം റോഡിന്റെ അപകടാവസ്ഥ മൂലം മരണങ്ങളും ഗുരുതര പരിക്കേൽക്കുന്നവരും വർദ്ധിക്കുന്നു. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കും അതുമൂലം സമയം തെറ്റുന്ന റൂട്ട് ബസ്സുകളുടെ അടക്കമുള്ള വാഹനങ്ങളുടെ തുടർന്നുള്ള മരണപ്പാച്ചിലും ദുരന്ത സാധ്യതകളുടെ വ്യാപ്തി കൂട്ടുന്നു. നാളുകളോളം റോഡിലും ഇരുവശങ്ങളിലുമായി കെട്ടി നിൽക്കുന്ന ജലം മലിനമായി അതിൽ കൊതുകുകളും കൂത്താടികളും നിറഞ്ഞ് ഉള്ള പകർച്ചവ്യാധി ഭീഷണി വേറെയും. റോഡ് പുനർനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കാലതാമസം വരുന്ന പക്ഷം കുഴികൾ ശാശ്വതമായ രീതിയിൽ അടച്ച് അപകടാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണം എന്നതാണ് എല്ലാവരുടെയും ആവശ്യം.
ഇപ്പോൾ എല്ലാവരും +2 കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ? ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ്, ബികോം CA, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, BSc ഫുഡ് ടെക്നോളജി, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ്, AICTE അംഗീകാരത്തോടു കൂടി BBA, BCA കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി. UG കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ്. പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് MES എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട്. ഇത് MESന്റെ മാത്രം പ്രത്യേകതയാണ്.